ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ചൊവ്വ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ചൊവ്വയുടെ ചാരവശാലുള്ള പ്രവേശനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ചൊവ്വ പ്രവേശിക്കുന്നത് തൻ്റെ സൂക്ഷേത്രത്തിലാണ്. ജീവ ഇന്ദു ഉഷ്ണകരാഹ കുജസ്യ സുഹൃത. ജീവൻ എന്നാൽ വ്യാഴം, ഇന്ദു ചന്ദ്രൻ, ഉഷ്ണകരഹ എന്നാൽ ഉഷ്ണം ചെയ്യുന്ന സൂര്യൻ. ഈ മൂന്ന് ഗ്രഹങ്ങളും ചൊവ്വയുടെ സുഹൃത്തുക്കളാണ്. ജ്ഞഹ അരിഹി, ബുധൻ ശത്രുവാണ്, മറ്റുള്ളവർ സമന്മാരുമാണ്. ശനിയും ശുക്രനും സമന്മാരുമാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ 2 രാശികളിൽ മകരത്തിൽ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമാണ്, വളരെ നല്ല ഫലം ചെയ്തു. അതിനുശേഷം ചൊവ്വ വന്നത് കുംഭൻ രാശിയിലേക്കാണ്. കുംഭം രാശിയിലായിരുന്നു. കുംഭൻ രാശിയിലുള്ള ചൊവ്വയുടെ ഫലം, ആശ്രയഫലമൊക്കെ ശുഭമായിരുന്നില്ല. ഇപ്പോൾ ചൊവ്വ ഇതാ വ്യാഴക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു. വ്യാഴക്ഷേത്രത്തിൽ ഏത് ഗ്രഹങ്ങൾ വന്നാലും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഈവൻ ശനി പോലും വ്യാഴക്ഷേത്രത്തിൽ വന്നാൽ നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. ആശ്രയ ഫലവും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ജൈവേ വ്യാഴക്ഷേത്രത്തിൽ എന്നാൽ ഏകരിഭു, ഒറ്റ ശത്രുവല്ല, ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. നരേന്ദ്ര സജീവ, രാജാവിൻ്റെ മന്ത്രിയാകും. വലിയ വലിയ ആളുകളുടെ മന്ത്രം ഉപദേശം കൊടുക്കുക, കൺസൾട്ടൻ്റ് ആകേണ്ട യോഗമുണ്ടാകുന്നു. ഖ്യാത അഭയ അർത്ഥാന്വിത, ഭയമില്ലാത്ത ആളാകുന്നു. പ്രശസ്തി ഉണ്ടാകുന്നു. അർത്ഥാന്വിത, ധനത്തോടു കൂടിയിരിക്കുന്നു. ഇവിടെ നല്ലൊരു ഫലമാണ് ആശ്രയ ഫലം മീനൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാം മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ചാരവശാലുള്ള ഭാവഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഇനി പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം, എത്ര ദിവസമാണ് ചൊവ്വ ഈ മീനൻ രാശിയിൽ നിൽക്കുന്നത് എന്ന വിഷയം. 38 ദിനങ്ങളാണ് ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. അതായത് ഏപ്രിൽ 2-ാം തീയതി മീനമാസം 19-ാം തീയതി പ്രവേശിച്ച് മേടമാസം 28-ാം തീയതി വരെ, അതായത് മെയ് 11-ാം തീയതി വരെ 38 ദിവസക്കാലമാണ് ഇവിടെ ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 38 ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ഈ ചൊവ്വ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മേടൻ രാശിയുടെ അധിപനാണ് ചൊവ്വ. ഈ 2.25 നക്ഷത്ര കൂട്ടങ്ങളുടെ ആധിപത്യം മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ എവിടെ നിൽക്കുന്നു? ചാരവശാൽ മീനൻ രാശിയിൽ നിൽക്കുന്നു. മേടൻ രാശിയുടെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഈ 12-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതാണോ? ഇവിടെ ചൊവ്വ രാശിയുടെ അധിപനാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ 12-ാം ഭാവത്തിൽ ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും ആ സ്ഥിതി അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് ചൊവ്വയും സൂര്യനും ശനിയും 12-ാം ഭാവത്തിൽ വന്നാൽ പതിതസ്തു രിഭേ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പതിതസ്തു രിഭേ, വീഴ്ചയുണ്ടാകുന്നു, പാതിത്യം വീഴ്ച വരുന്നു. 12-ാം ഭാവം എന്താണ്? പാപമാകുന്നു, ദുർച്ചെലവുകളാകുന്നു, പാപം വ്യംജ പതനം, വീഴ്ചയാകുന്നു, നിരയം നരകമാകുന്നു, വാമം അമ്പകം, ഇടത്തെ കണ്ണാകുന്നു, സ്ഥാനഭ്രംശം ജ വൈകല്യം ദ്വാദശേന വിചിന്തയൻ. സ്ഥാനഭ്രംശം, സ്ഥാനചലനങ്ങൾ, ശരീരത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ, ഇതൊക്കെയാണ് 12-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ 12-ാം ഭാവം നിൽക്കുന്ന ചൊവ്വ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ശ്രദ്ധിക്കണം. നേത്രസംബന്ധമായ രോഗങ്ങൾ, ഇടത്തെ കണ്ണിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശാരീരികമായ വീഴ്ച, നടു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ. സ്വതവേ മേടൻ രാശിക്ക് പറയുന്ന പേര് തന്നെ എന്താകുന്നു? ദുർബലജാനുഹു, കാൽമുട്ടുകൾക്ക് ബലക്കുറവുള്ള രാശിയാണ് മേടൻ രാശി. അതിന് പുറമെ ത്വയേജ ഭീരു, വെള്ളത്തിനെ ഭയക്കണം. മീനം ഒരു ജലരാശിയാണ്. അതിനാൽ പലപ്പോഴും വെള്ളത്തിൽ തെന്നി വീഴുക, അല്ലെങ്കിൽ വെള്ളത്തിലെ അപകടങ്ങൾ ഉണ്ടാവുക, അതുമല്ലെങ്കിൽ രാത്രി യാത്രയിൽ അറിയാതെ വല്ല കനാലിലോ തോടിലോ പുഴയിലോ ഒക്കെ വാഹനങ്ങൾ അപകടത്തിൽ ചെന്ന് ചാടുക മുതലായ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഈ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഉണ്ടാക്കും. ഒരു സംശയവുമില്ല. കാരണം ചൊവ്വയ്ക്ക് അഷ്ടമാധിപ ദോഷമുണ്ട്. വൃശ്ചികൻ രാശിയുടെ അധിപനാണ്. അഷ്ടമാധിപനായ ഗ്രഹമാണ് 12-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഇവിടെ വരാഹമിഹിരാചാര്യൻ പറഞ്ഞു പതിതസ്തുരിഭേ, 12-ൽ വരുമ്പോൾ പാതിത്യം വീഴ്ചയുണ്ടാകും. പക്ഷേ ചമത്കാരം എന്താണെന്നിൽ വളരെ സൂക്ഷ്മമായിട്ട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ശതാക്ഷോഭിതൽ സക്ഷതോ ലോഹഗാദേഹി കുജേ ദ്വാദശേ അർത്ഥനാശം കരോതി. ഇന്ദ്രനാണെങ്കിലും 12-ൽ ചൊവ്വ വന്നാൽ
ലോഹങ്ങളെ കൊണ്ട് അപകടങ്ങളുണ്ടാകും, ആഘാതങ്ങൾ വീഴ്ചയുണ്ടാകും, ധനനഷ്ടം ഉണ്ടാകും, അനാവശ്യമായി കാശ് നഷ്ടപ്പെട്ടു പോകും. രാത്രിയിൽ അസമയത്തുള്ള യാത്രയിൽ ആരെങ്കിലും പിടിച്ചു പറിക്കും. രാത്രി യാത്ര ചെയ്യുന്നവരെ വൃഷ കിംവദന്തി ഭയം ദസ്യുതോവ, കള്ളൻ ഉപദ്രവിക്കും, കള്ളൻ്റെ ഉപദ്രവം ഉണ്ടാകും. കിംവദന്തികളെ ഭയക്കണം, അനാവശ്യമായ പേരുദോഷങ്ങൾ കേൾക്കേണ്ടി വരും. വളരെ മോശപ്പെട്ട ഒരു ഭാവഫലമാണ് പറഞ്ഞിരിക്കുന്നത്. 12ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് വീട്ടിലുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ ഡാമേജ് ആവും. മിക്സിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് വൈദ്യുത ഉപകരണങ്ങളിൽ നിന്നും പെട്ടെന്ന് ഷോക്കടിക്കുക. ചെറിയ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം, അറിയാതെ അപകടത്തിൽ ചെന്ന് ചാടുന്നൊരവസ്ഥ സംജാതമാകും. ജാഗ്രത പുലർത്തണം വളരെയധികം എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു. ഇവിടെ നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ടി ചെയ്യണം, ശത്രുദോഷം മാറാൻ ശത്രുമുട്ടി ചെയ്യുക. രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി ചെയ്യണം, നിർബന്ധമാണ്. ഓം ഭദ്രകാളി മന്ത്രം ചൊല്ലണം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ ചിന്മുദ്രയിൽ ജപിക്കുക. അതുതന്നെയാണ് ഈ ചൊവ്വയുടെ പരിഹാരം. നന്ദി, നമസ്കാരം. ആരോഗ്യം വിശിഷ്യ ശ്രദ്ധിക്കുക.